നമുക്ക് ഇനി ജോൺസൺ മാഷുമായെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പം പാട്ടുകാരന്റെയും പാട്ടുകാരിയുടെയും സാന്നിധ്യം നമുക്ക് ഈ എപ്പിസോഡിൽ ആവശ്യമുണ്ട്. ആദ്യം നമുക്കൊരു പാട്ടുകാരനെ വിളിക്കാം. അദ്ദേഹം ചലച്ചിത്ര പിന്നണി ഗായകനാണ്. സൂപ്പർ ഹിറ്റായ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ഒരാളാണ്. സ്നേഹപൂർവ്വം എപ്പിസോഡിലേക്ക്, ഈ പരമ്പരയിലേക്ക് ജോൺസൺ മാഷെ ഓർക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഗായകൻ നിഷാദ്. നിഷാദ് സ്വാഗതം. യെസ്, താങ്ക് യു. നമസ്കാരം സാർ. നമസ്കാരം. നിഷാദ് പാലപ്പൂയിതളിൽ എന്ന് പറയുന്ന പാട്ടൊക്കെ സിനിമയിൽ പാടി വളരെ, അതാണെന്ന് തോന്നുന്നില്ല ഏറ്റവും പോപ്പുലർ ഏറ്റവും ഹിറ്റായ പാട്ട് അതാണ്. തിരക്കഥ എന്ന് പറയുന്ന സിനിമയിൽ പാടിയത്. അപ്പൊ നിഷാദ് ജോൺസൺ മാസ്റ്റർ ഒരു പാട്ട് പാടുന്നതായിരിക്കും ഏതെങ്കിലും ഒരു ആമുഖത്തിനേക്കാളും നല്ലത്. ഉറപ്പായിട്ടും. ഞാൻ എന്റെ പാട്ടാണ് ആദ്യം നിഷാദ് പാടിയിരിക്കുന്നത് സിനിമയിൽ. ഒരു പാട്ട്. അപ്പൊ ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല, ഇനി ആവശ്യമില്ല. പാട്ട് പറഞ്ഞ അത്രയും വെറുതെ ആയി. അതേതായിരുന്നു നിഷാദ്? ഓമനെ ഒരു താരാട്ട് മണിക്കുട്ടന്റെ സിനിമ അല്ലെ? നമുക്ക് ജോൺസൺ മാസ്റ്റർ ഒരു പാട്ട് നിഷാദ് അപ്പൊ ഏതാണ് തരാൻ പോകുന്നത്? ഉറപ്പായിട്ടും വെള്ളാര പൂമല മേലെ. നമ്മൾ കാരണം ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ട്. കാരണം ഓണപ്പാട്ട് പാടുമ്പോ എപ്പോഴും നമ്മൾ പൂവിളിയൊക്കെ പാടും. ഒരുപാട് വേദികളിൽ ഓണപ്പാട്ടുകൾ പാടുമ്പോ ഈ പാട്ടില് ഈ ഓണത്താറാടി വരുന്നത് കൊണ്ട് നമ്മൾ ആ പാട്ടെടുത്ത ഒരു ഡിഫറെന്റ് ആയിട്ട്, പക്ഷെ അത് ഭയങ്കര ആവേശം, എനർജി ഉണ്ടാക്കുന്ന ഒരു. ഈ ഓണത്താർ എന്നൊക്കെ പറയുമ്പോഴേ ഈ ഉത്തര കേരളത്തിലുള്ളവർക്കേ അത് മനസ്സിലാവുള്ളൂ. എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചിലവർ വിളിച്ചിട്ട്, എന്താണ് ഈ ഓണത്താർ എന്നുള്ളത്? ഇവിടെ ഒന്നും ആളുകൾക്ക് അറിയില്ല. അല്ല, ആ പാട്ടിന് വേറെ പ്രത്യേകത ഉള്ളത്, ജോൺസൺ കൈതപ്രം എന്നുള്ള ടീം ആരംഭിച്ചത് ഈ പാട്ടിൽ ഈ പാട്ട്. പിന്നെ എത്രയോ പടങ്ങള് അല്ല, ഇപ്പോഴും നമ്മൾ വെറുതെ ചോദ്യം തൊടുത്തു. അത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് ഒരു ലിറിസിസ്റ്റ് എന്നുള്ള നിലയിൽ അത് പറഞ്ഞിട്ട് ഓണത്താറിലോട്ട് പോകാം. ഈ ഓണത്താർ എന്ന് പറയുന്നപ്പോ നമ്മള് ഈ തെക്കൻ കേരളത്തിലൊന്നും ഇല്ലത്. ഉത്തര കേരളത്തിലുള്ള ഓണപ്പൊട്ടൻ എന്നൊക്കെ പറയുന്ന സമ്പ്രദായം ഉണ്ടല്ലോ, നമ്മളുടെ ഇവിടെ ഒന്നും പരിചയമില്ല ഇവിടെ. അതെ. അപ്പൊ ആ ഓണത്താർ കാണിക്കുന്നുണ്ട് അതില്, അല്ലെങ്കിൽ കാണാം നമ്മൾക്ക് ആ ഉത്തര കേരളത്തിന്റെ മലബാറിന്റെ പ്രത്യേകതയുള്ള ചില സംഭവങ്ങൾ. അത് വന്ന് ഈ പാട്ടിലൂടെയാണ് ഓണത്താറിനെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്നത് സാധാരണ ജനങ്ങൾ ദക്ഷിണ കേരളത്തിലും മധ്യ കേരളത്തിലൊക്കെ മനസ്സിലാക്കുന്നു. കൈതപ്രം അത് ആ കൈതപ്രത്തിന്റെ സ്വത്വം അതില് ഒന്നാണ് പ്രയോഗിച്ചിട്ടുണ്ട്. ഒരു കണ്ണൂരുകാരൻ കൈതപ്രംകാരൻ അവരുടെ ഓണം, മലബാറിന്റെ ഉത്തര മലബാറിന്റെ ഒരു ഓണത്തിന്റെ ഒരു വാക്ക് അല്ലെ, ഒരു ബിംബം ഉണ്ടല്ലേ. ഈ രണ്ട് പാട്ടുകളാണല്ലോ വരവേൽപ്പിലുള്ളത് അല്ലെ? ഒരു ബസ്സൊക്കെ പൊളിഞ്ഞിരിക്കുമ്പോൾ ഉള്ള ഒരു ദുഃഖഗാനം, ഒരു സെന്റിമെന്റ്സ് പാട്ട് കൂടെ ഉണ്ട്. ദൂരെ ദൂരെ സാഗരം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വെള്ളാരപ്പൂമല കേൾക്കാൻ നിഷാദേ. വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ വെള്ളാരപ്പൂമല മേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. ഈ പാട്ടില്, സിനിമയില് ഈ പാട്ടിൽ നമുക്ക് ജോൺസനെ കാണാം. അത് വളരെ കുറച്ച് ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. അതായത് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാനൊരു ഫൈനൽ മിക്സ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ജോൺസൺ അതുകൊണ്ട് ലൊക്കേഷനിൽ വന്നു, പാലക്കാട് വന്നു. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ മിക്സ് എനിക്ക് പിന്നീട് കേട്ടാലും മതി. അപ്പോൾ ജോൺസൺ എന്തോ ഒരു ഒഴിവ് ദിവസം പോലെ അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മൾ അന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ അന്ന് ഈ കാരവനൊന്നും ഇല്ലല്ലോ. അന്ന് നമുക്ക് ഷൂട്ടിങ്ങിന് ഞങ്ങളൊരു ബസ് വാങ്ങി സ്വന്തമായിട്ട്. ഈ അതിലെ ഗൾഫ് മോട്ടോഴ്സ് ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടി വാങ്ങിയതാണ്. വാടക കൊടുത്താൽ മുതലാവില്ല. അപ്പൊ ആ ബസ്സിൽ തന്നെയാണ് രാവിലെ എല്ലാവരും ലൊക്കേഷനിൽ പോകുന്നത്. ഇപ്പോൾ രാവിലെ എല്ലാവരും കൂടി മോഹൻലാലും ശ്രീനിവാസനും ഇന്നസെന്റ് ആണ് പലപ്പോഴും ആ ബസ് ഓടിച്ചിരുന്നത്. ഇന്നസെന്റ് ബസ് ഓടിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇന്നസെന്റ് ഞാൻ ഓടിച്ചോളാം എന്ന് പറയും. ഞാൻ ഒരു ശീലമാവാൻ വേണ്ടിയിട്ട് ഇന്നസെന്റ് ബസ് ഓടിക്കും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആ വണ്ടിയിൽ കയറി നമുക്ക് അത് കറക്റ്റ് ലൊക്കേഷൻ തരുമ്പോൾ ഒരു ആലിന്റെ ചവിട്ട് വരുമ്പോൾ ഈ സീൻ നമുക്ക് ഇവിടെ എടുത്താലോ വെച്ചാൽ അവിടെ വെച്ച് സീൻ എടുക്കും. അപ്പൊ ആർട്ടിസ്റ്റിനെ റൂമിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരു ബസ് നിറച്ച ആർട്ടിസ്റ്റ്. ജോൺസൺ വന്നപ്പോൾ ജോൺസണോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു.
അപ്പോൾ ആ ഫ്രെയിം വെച്ചപ്പോൾ ഞാൻ ജോൺസന്റെ അടുത്ത് പറഞ്ഞു, ജോൺസൺ ഒരു യാത്രക്കാരനായിട്ട് നിന്നേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ആ പാട്ടിന്റെ ഒരു ഘട്ടത്തിൽ മുമ്പിൽ ജോൺസൺ ഇങ്ങനെ ബസ്സിൽ നിൽക്കുന്ന ഒരു പീസ് കാണാം.